ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായി ഫാമിലിയോടൊപ്പം ഒരു യാത്ര പോകണമെന്ന ആലോചന. ഒടുക്കം ഓണാവധിക്ക് തഞ്ചാവൂരേക്ക് വിട്ടാലോ എന്നായി. പിന്നെ ഒന്നും നോക്കിയില്ല. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെമ്മഴി എക്സ്പ്രസിൽ നേരെ തഞ്ചാവൂർക്ക്. രാത്രി 12:30 ട്രെയിൻ വെളുപ്പിന് 6 മണിയോടെ തഞ്ചാവൂരെത്തി. നല്ലൊരു യാത്രയ്ക്ക് ശേഷം തഞ്ചാവൂരിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ തഞ്ചാവൂർ വ്ളോഗ്. ഓൾറെഡി ഓൺലൈൻ ബുക്കിംഗ് നടത്തിയത് കൊണ്ട് തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വാഹനവും ഡ്രൈവർ പ്രഭുവണ്ണാവും സ്റ്റേഷന് മുൻപിൽ റെഡി. ഇനി അങ്ങോട്ടേക്കുള്ള 3 ദിവസം ഞങ്ങളുടെ യാത്രകളൊക്കെ ഈ വാഹനത്തിലാണ്. നേരെ ഞങ്ങൾ പോയത് റൂമിലേക്കാണ്. അതും ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. പക്ഷേ അവിടെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ വാം വെൽക്കമിങ് ഒന്നും ഉണ്ടായില്ല. കുറച്ച് ബുദ്ധിമുട്ടുകൾ, കൺഫ്യൂഷൻസ്. അറ്റ് ലാസ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തഞ്ചാവൂർ എക്സ്പ്ലോർ ചെയ്യാനായി ഞങ്ങൾ ഇറങ്ങി. ഈ യാത്രയുടെ പ്ലാനിങ്ങിൽ തന്നെ മനസ്സിലാദ്യം ഉണ്ടായത് തഞ്ചാവൂർ പെരിയ കോവിലാണ്. ബൃഹദീശ്വര ക്ഷേത്രമെന്നും പെരുവുടയർ കോവിലും എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്ന്. ലോകത്തിനു മുൻപിൽ തന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന വാസ്തുവിദ്യാ മികവാണ് തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്തുള്ള തഞ്ചാവൂർ ജില്ലയിലെ ബൃഹദീശ്വര ക്ഷേത്രം. 2 പ്രധാന കവാടങ്ങൾ കടന്നു വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. AD 1010 ചോളരാജാവായ രാജരാജ ചോളൻ ഒന്നാമനാണ് ക്ഷേത്രം നിർമ്മിച്ചത്. മഹത്തായ ജീവനുള്ള ചോളക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ ശിവക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുടെ ഭാഗമാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഒറ്റക്കല്ലിൽ തീർത്ത കാളയുടെ പ്രതിമയാണ്. ശിവന്റെ പുണ്യകാളയായ നന്ദിയാണിതെന്നാണ് വിശ്വാസം. ശിലയിൽ തീർത്ത വിസ്മയമായ പെരിയ കോവിൽ തഞ്ചാവൂർ നഗരത്തിന്റെ ചരിത്രത്തെയാണ് കുറിക്കുന്നത്. ഇവിടെയുള്ള ഓരോ ലിഖിതങ്ങളും ചുമർചിത്രങ്ങളും ചോള കാലഘട്ടത്തെ ഉയർച്ചയുടെയും തകർച്ചയുടെയും കഥ വിവരിക്കുന്നു. പൂർണ്ണമായും ഗ്രാനൈറ്റിലാണ് പ്രധാന ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഏത് ഉച്ചനേരത്തും നിഴൽ നിലത്ത് പതിക്കില്ല എന്നത് പെരിയ കോവിലിന്റെ വാസ്തുവിദ്യയിലെ നിഗൂഢതയാണ്. ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യത്തിന്റെ 81 ആസനങ്ങൾ ഈ ചുവരുകളിൽ കൊത്തിവച്ചിട്ടുണ്ട്. (1987) യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷേത്രം 1922 മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു മോണ്യുമെന്റായി സംരക്ഷിച്ചു വരുന്നു.
ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസിൽ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കണ്ടിരിക്കേണ്ട 15 ഇടങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ പെരിയ കോവിൽ പൂർണ്ണമായും കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച മനുഷ്യവിസ്മയങ്ങൾ തീർത്ത മഹാവിസ്മയമാണിതെന്ന് പറയാതിരിക്കാൻ വയ്യ. ചിത്രകലയ്ക്കും നൃത്തം ചെയ്യുന്ന പാവകൾക്കും കൂടി പ്രസിദ്ധമായ ഒരു നഗരമാണ് തഞ്ചാവൂർ. വിവിധ നിറത്തിലുള്ള തഞ്ചാവൂർ പാവകളിൽ കണ്ണുകൾ ഉടക്കി എന്ന് തന്നെ പറയാം. കേൾക്കുമ്പോൾ അതിശയവും അവിശ്വസനീയവുമായി തോന്നുന്ന ഒരു ചരിത്ര സ്മാരകത്തെ നേരിൽ കണ്ടതിൻ്റെ നിർവൃതിയോടെ അടുത്തയിടത്തേക്ക് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഡ്രൈവർ പ്രഭുവണ്ണ ഒരു ട്രാവൽ ഗൈഡായും പതിയെ മാറി തുടങ്ങി. ക്ഷേത്രനഗരിയായ തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലേക്കായി പിന്നീടുള്ള യാത്ര. മുൻപെങ്ങും നേരിൽ കണ്ടിട്ടില്ലാത്ത ചടങ്ങുകളുടെ ഭാഗമായി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്. കർണാടക സംഗീതജ്ഞനായ ത്യാഗരാജസ്വാമികളുടെ നാടായ തിരുവയ്യാറ് ഗ്രാമത്തിലേക്കായി അടുത്ത യാത്ര. ഇവിടെയുള്ള പ്രസിദ്ധമായ പഞ്ചനദീശ്വര ക്ഷേത്രവും തമിഴ് വാസ്തുവിദ്യയ്ക്ക് പ്രസിദ്ധമാണ്. ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ഈ പുരാതന ശിവക്ഷേത്രം ചോള കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെയുള്ള കരിങ്കൽ തൂണുകളിലൊക്കെയും നിറയെ കൊത്തുപണികളാണ്. ചോള കാലഘട്ടത്തിലെ വാസ്തുവൈദഗ്ധ്യത്തിന്റെ മറ്റൊരു സംഭാവനയായ തിരുവയ്യാറ് ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ തഞ്ചാവൂർ പാലസിലേക്കാണ് പോയത്. അരൺമനെ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന തഞ്ചാവൂർ മറാത്ത കൊട്ടാരമാണിത്. 1674 മുതൽ 1855 വരെ തഞ്ചാവൂർ ഭരിച്ചിരുന്ന ബോൺസ്ലെ കുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ഈ കൊട്ടാരം. തമിഴ്നാടിന്റെ സമ്പന്നമായ ഒരു ചരിത്രത്തെ നേരിൽ കാണാൻ അവസരമൊരുക്കുന്നതാണ് തഞ്ചാവൂർ കൊട്ടാരം. മനോഹരമായ പുരാവസ്തുക്കൾ, ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ, രാജകീയ സ്മരണികകൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന നിരവധി മ്യൂസിയങ്ങളുടെ കേന്ദ്രമാണിന്ന് കൊട്ടാരം. ദർബാർ ഹാൾ, ബെൽ ടവർ, ആർസണൽ ടവർ, സംഗീത മഹൽ, രാജാ സർ ഫോജി മെമ്മോറിയൽ ഹാൾ തുടങ്ങി മികച്ച വാസ്തുവിദ്യയും ചിത്രകലയും ഇഴുകിച്ചേരുന്ന കൊട്ടാരത്തിലെ ഓരോ സ്പോട്ടുകളും കാഴ്ചക്കാരനെ അതിശയിപ്പിക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറികളിൽ ഒന്നായ സരസ്വതി മഹൽ ഗ്രന്ഥശാല ഈ കൊട്ടാരം വളപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഒട്ടകപ്പക്ഷികൾ സ്വാഗതം പറയുന്ന രാജാലി ബേർഡ്സ് പാർക്കാണ് ആമിയെ ഇന്ന് ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഇടം. കഥകൾ കേൾക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അവൾ കേട്ടിട്ടുള്ള പല പേരുകളും ഓരോ രൂപങ്ങളായി മുന്നിൽ നിൽക്കുന്നു എന്ന കൗതുകം ഞങ്ങൾക്കുമുണ്ടായിരുന്നു. പക്ഷെ മുന്നേ കണ്ടതൊന്നുമായിരുന്നില്ല ഞങ്ങളെ ഏറെ ആകർഷിച്ചത്. അത് ഇവിടമാണ്, ഈ അനുഭവമാണ്. ഒരു വലിയ കിളിക്കൂട് നിറയുള്ള സന്തോഷം ഫോണിൽ പകർത്തി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഈ വൈകുന്നേരം ആമിക്കായി ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. പെരിയ കോവിലിനടുത്തുള്ള ശിവഗംഗ പാർക്ക് കുട്ടികൾക്കുള്ള ഒരു ഫുൾ പാക്കേജാണ്. പക്ഷെ ഇവിടുത്തെ അന്തരീക്ഷം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ കാഴ്ചകൾ നിറഞ്ഞ ഒരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ യാത്ര തുടരും. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക് യു.